വെരി ഗുഡ് മോർണിംഗ് ഗേൾസ്. ഇപ്പോൾ എവല്യൂഷനാണ് ഇന്ന് മൊത്തം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എവല്യൂഷനിൽ തന്നെ വേറൊരു എസ്സേ നമുക്ക് അടുത്തതായിട്ട് നോക്കിവിടാം. അഡാപ്റ്റീവ് റേഡിയേഷൻ കേട്ടിട്ടുള്ള സംഭവമാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ. വാട്ട് ആർ അഡാപ്റ്റേഷൻസ്? എനി മോർഫോളജിക്കൽ, anatomical or physiological modification, changes. ഓക്കെ, മോർഫോളജിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിയോളജി, ഇൻറ്റേർണൽ ഫിസിയോളജിയിൽ, അല്ലെങ്കിൽ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ്, ബോഡി ബോൺസിലൊക്കെ വരുന്ന മോഡിഫിക്കേഷൻ എന്തിനു വേണ്ടി? അതായിരിക്കുന്ന എൻവയൺമെൻറ്റിൽ അതിന് വളരെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നൗ ഈ പറഞ്ഞ ചേഞ്ചസ് നല്ലതും ചീത്തയൊക്കെ ചേഞ്ചസ് ടൈം ടു ടൈം ഉണ്ടാകാം. അതിൽ ബെനിഫിഷ്യൽ ചേഞ്ചസ് മാത്രമാണ് നേച്ചർ റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് ദിസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? പല വിധത്തിൽ ഒരേ എൻവയൺമെൻറ്റിൽ ജീവിക്കുന്ന, ഒരേ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ഒരു പോപ്പുലേഷൻ, അവർ തമ്മിലുള്ള സ്ട്രഗിൾ കുറയ്ക്കാനായിട്ട് പല വിധത്തിൽ അവ റേഡിയേറ്റ് ചെയ്ത് അഡാപ്റ്റഡ് ആവുന്നു. പല ലൈൻസിൽ അവ അഡാപ്റ്റഡായി തീരുന്നു. അതിനാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ ഞാൻ വായിക്കാം. Adaptive radiation is the rapid proliferation of new species from a single ancestral group. The need for food and safety are the impelling cause of adaptive radiation. Suitable breeding place, absence of predators, availability of diverse ecological niches, migration and isolation also act as the reason for diversification of population or species. The larger the region and the more diverse the conditions, the greater will be the varieties of mammals which will result. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒറ്റ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഒറ്റ ഹാബിറ്റാറ്റിൽ തന്നെ, ഒറ്റ സ്ഥലത്ത് തന്നെ ഒരേ തരം ജീവികൾ തന്നെ, സേ ഇല തിന്നുന്ന ജീവികളാണെന്നിരിക്കട്ടെ. ഓക്കെ, ലീഫ് ഈറ്റിംഗ് ഓർഗാനിസംസ് ആണെന്നിരിക്കട്ടെ. എല്ലാം ലീഫാണ് തിന്നുന്നത്, പക്ഷേ ആ ലീഫിൽ തന്നെ പല ടൈപ്പ് ഓഫ് ലീഫുകൾ ഉണ്ടാവാം. അതിൽ സ്പെസിഫിക്കേഷൻ വെച്ച് അവ തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വലിയൊരു ഏരിയ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ കാണുന്ന നമ്മൾ ഈ പറയുന്ന ജിയോഗ്രാഫിക് റീജിയൻ വലിയൊരു ഏരിയ ആണെങ്കിൽ ഡൈവേഴ്സിഫൈ ആയി വരുന്ന അല്ലെങ്കിൽ റേഡിയേറ്റ് ആയി വരുന്ന ഓർഗാനിസംസ് പലതരം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ജിയോഗ്രാഫിക് റീജിയൻ അല്ലെങ്കിൽ ആ ഹാബിറ്റാറ്റിൻ്റെ ഏരിയ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഡൈവേഴ്സായ ഒരു വെറൈറ്റീനെ നമുക്ക് സബ് പോപ്പുലേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ടൈപ്സ് ആണ് ബേസ്ഡ് ഓൺ ദ ജിയോഗ്രാഫിക് ഏരിയ. ടൈപ്സ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ലോക്കൽ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഒരു ഹാബിറ്റാറ്റിൽ കാണുന്ന ഒരു വലിയ പോപ്പുലേഷനെ സങ്കല്പിക്കാം. ഒരു ഹാബിറ്റാറ്റിൽ, ഈ ഹാബിറ്റാറ്റ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇച്ചിരി വലിയൊരു റീജിയൻ സങ്കല്പിക്കുക. അതിൽ കാണുന്ന ഒരു ലാർജ് പോപ്പുലേഷൻ. ഡെഫിനറ്റ്ലി അവർക്ക് ചെറിയ ചെറിയ പ്രിഫറൻസസ്, മൈക്രോ ഹാബിറ്റാറ്റ്സ് കാണും അല്ലേ. അത് വെച്ചിട്ട് അവർ അഡാപ്റ്റീവ് റേഡിയേഷൻ അവയിൽ നടക്കുന്നു. എക്സാമ്പിൾ നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മനസ്സിലാവും. ആഫ്രിക്കയാണ് ഇവിടുത്തെ നമ്മൾ ആഫ്രിക്ക എന്ന രാജ്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോക്കൽ റീജിയൻ എന്ന് വിചാരിക്കാം. അവിടുത്തെ റൈനോസറസ് ആണ് ഇവിടുത്തെ ഓർഗാനിസം. ഡൈവേഴ്സിഫൈ
ചെയ്യപ്പെടാൻ പോകുന്ന ഓർഗാനിസം റൈനോസറസ് ആണ്. ആഫ്രിക്കയിൽ 2 തരം റൈനോസറസിനെ കാണുന്നുണ്ട്, ദ വൈറ്റ് കളേർഡ് ആൻഡ് ദ ബ്ലാക്ക് കളേർഡ്. അത് അവരുടെ ചില ഈറ്റിംഗ് പ്രിഫറൻസസ് വെച്ചിട്ടാണ് ഇങ്ങനെ ഈ വൈറ്റും ബ്ലാക്കും കളർ വന്നേക്കണതല്ല. ഈ വൈറ്റും ബ്ലാക്കും കളറിന് അവരുടെ ഡെൻറ്റേഷനിൽ, പല്ലിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഇച്ചിരി വ്യത്യാസങ്ങൾ, അത് അവരുടെ ഈറ്റിംഗ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കളറും വേറെ ഒരു അവരുടെ അവർ പ്രിഫർ ചെയ്യണ മൈക്രോ ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കളറും ഇവോൾവായി വന്നേക്കുന്നത്. അപ്പോൾ വൈറ്റ് കളർ സ്പീഷീസ് എന്ന് പറയുന്നത് അത് ഗ്രേസിങ് ഓർഗാനിസമാണ്. ഗ്രേസിങ് എന്ന് വെച്ചാൽ എന്താ? പുല്ല് തിന്നുന്ന. ഓക്കെ, പുല്ല് തിന്നുന്ന ജീവിയാണ്. പുല്ല് തിന്നുന്ന ജീവി ആയതുകൊണ്ട് തന്നെ അവയിൽ ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ, ഹിപ്സോഡോണ്ട് എന്ന് വെച്ചാൽ ആ പല്ലിൻ്റെ ക്രൗൺ ഭാഗമല്ല നമ്മൾ കാണുന്ന വൈറ്റ് കളർ റീജിയനാണ് പല്ലിൻ്റെ ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രൗൺ ഭാഗം ഇറ്റ് ഇസ് ലോങ്, ഇച്ചിരി നീണ്ട, പുറമേത്ത് കാണുന്ന ആ ക്രൗൺ ഭാഗം ഇച്ചിരി ഇങ്ങനെ ലോങ്ങർ ടൈപ്പ് ആണെങ്കിൽ യു കോൾ ഇറ്റ് ഇസ് ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ. ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പല്ല് ഇങ്ങനെ നീണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി മൗത്ത് എങ്ങനെയായിരിക്കും? ഇച്ചിരി സ്ക്വയർ ആയിരിക്കും, സ്ക്വയർ ഷേപ്ഡ് മൗത്തായിട്ട് വരും. പല്ലുകളെല്ലാം നീണ്ടിരുന്നാൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി, വായ സ്ക്വയർ പോലെ ഇരിക്കും. അപ്പോൾ വൈറ്റ് കളേർഡ് സ്പീഷീസിൽ പുല്ല് തിന്നുന്ന ഇനമാണ്. പുല്ല് തിന്നുന്ന ഇനമായതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ക്രൗൺ എങ്ങനെയിരിക്കണേ? ലോങ് ക്രൗണ്ടാണ്, അഥവാ ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷനാണ്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഇസ് ഹിപ്സോഡോണ്ട് ഡെൻറ്റേഷൻ, മൗത്തിൻ്റെ ഷേപ്പ് സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവയെ കാണുന്നത് വാലികളിലാണ് കാണുന്നത്, ഗ്രാസി വാലീസ്. ഒരു സാംബസി റിവർ എന്ന് പറഞ്ഞ ഒരു നദിയുടെ തടാകത്തിലായിട്ടാണ് ഇവയെ, തടാക ഭാഗത്തായിട്ടുള്ള ഗ്രാസി റീജിയനിലാണ് ഇതിനെ, ഈ വൈറ്റ് കളർ റൈനോസറസിനെ കാണുന്നത്. അതേസമയം ദ ബ്ലാക്ക് കളേർഡ് റൈനോസറസിനെ കാണുന്നത് വുഡൻ ഡിസ്ട്രിക്ട്സിലാണ്. ഓക്കെ, നൗ യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദ കളർ വന്നേക്കണം എൻ്റെ ഉദ്ദേശം. വൈറ്റ് കളറിനെ കാണുന്ന ഗ്രാസി ഒരു നദിയുടെ ആ തടാകം ഭാഗത്തായിട്ടുള്ള ഒരു ഗ്രാസി റീജിയനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത്. ബ്ലാക്ക് കളറിനെ കാണുന്നത് വുഡി ഏരിയയിലാണ് കാണുന്നത്, കാട് പിടിച്ചിരിക്കുന്ന അങ്ങനത്തെ റീജിയനിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത് ഡാർക്കർ ഷെയ്ഡായി ഇവോൾവ് ചെയ്ത് വന്നേക്കുന്നത്. ആൻഡ് ഇവരുടെ ഡെൻറ്റേഷൻ എന്ന് പറയുന്ന, അതായത് ദ ബ്ലാക്ക് കളർഡ് റൈനോസറസ് ഡെൻറ്റേഷൻ എന്ന് പറയുന്നത് മറ്റേ നേരെ ഓപ്പോസിറ്റാണ്. മറ്റേത് ലോങ് ക്രൗണ്ട് ആണെങ്കിൽ ഇത് ഷോർട്ട് ക്രൗണ്ടാണ്. ഷോർട്ട് ക്രൗണ്ടിന് പറയുന്നത് ബ്രാക്യോഡോൺ ഡെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. ഷോർട്ട് ക്രൗണ്ടാണ്. ഷോർട്ട് ക്രൗണ്ട് ആയതുകൊണ്ട് തന്നെ പോയിൻറ്റഡ് ലിപ്സാണ് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ചുണ്ട് ഇച്ചിരി പോയിൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫൈൻ. ഇവ എങ്ങനെയാണ് ഇവരുടെ ഫീഡിങ്? പുല്ല് തിന്നുന്ന ടൈപ്പ് ഓഫ് സ്പീഷീസ് അല്ല, ഇലയല്ല തിന്നുന്ന ജീവികളാണ്. പുല്ല് തിന്നുന്നവയല്ല, ഇല. ഓക്കെ, ഷോർട്ട് ഷ്രബ്സിൻ്റെയൊക്കെ ലീവ്സാണ് അത് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ടൈപ്പ് ഓഫ് ഡെൻറ്റേഷൻ വന്നത്. മനസ്സിലായോ? ഒരു റീജിയനിൽ, ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു ലോക്കൽ റീജിയനിൽ ഒറ്റ ഇനത്തിൽ ഉണ്ടായിരുന്ന റൈനോസറസ് 2 രീതിയിൽ അത് ഇവോൾവ് ചെയ്ത് വന്നത്. അതിൻ്റെ പ്രിഫറൻസ് അവർ സെറ്റ് ചെയ്ത് 2 മൈക്രോ ഹാബിറ്റാറ്റിലേക്ക് അത് തിരിഞ്ഞ്, അല്ലെങ്കിൽ ചിലത് അത് ഗ്രാസി ഏരിയാസിലേക്ക്, കുറച്ചെണ്ണം അവർ ഗ്രാസി ഏരിയാസ് പ്രിഫർ ചെയ്ത് പോയി, കുറച്ചെണ്ണം വുഡൻ ഏരിയാസ്, വുഡി ലാൻഡ് പ്രിഫർ ചെയ്ത് അവിടുത്തെ ഷ്രബ്സൊക്കെ തിന്നാമെന്ന് തീരുമാനിച്ച്, അങ്ങനെ ഒരു അവൈലബിൾ റിസോഴ്സ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അവർ അവരുടെ ഫീഡിങ് പ്രിഫറൻസസിലെ അഡാപ്റ്റേഷൻ നടന്ന 2 രീതിയിൽ റേഡിയേറ്റഡായി 2 സ്പീഷീസായി അത് മാറി. ഓക്കെ, ദാറ്റ് ഈസ് ലോക്കൽ അഡാപ്റ്റീവ് റേഡിയേഷൻ. സെക്കൻഡ് വൺ ഇസ് കോണ്ടിനെൻ്റൽ അഡാപ്റ്റീവ് റേഡിയേഷൻ. ആ കോണ്ടിനെൻറ്റിൽ മാത്രം കാണുന്ന, അല്ലെങ്കിൽ ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ പ്രത്യേകത കാരണം സംഭവിക്കുന്ന ചില അഡാപ്റ്റീവ് റേഡിയേഷൻസ്.
ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിൾ ഇസ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്. ബാക്കിയുള്ള കോണ്ടിനെൻറ്റ്സിനേക്കാളും വളരെ പ്രത്യേകതയുള്ളതാണ്, കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കോണ്ടിനെൻറ്റ് കൂടിയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ അവിടെ പ്ലാസൻറ്റൽ മാമൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ഇല്ല. ഓക്കെ, ഓസ്ട്രേലിയയിൽ പ്ലാസൻറ്റൽ മാമൽസ് ആർ ഓൾ ടുഗെദർ ആബ്സെൻറ്റ്. പ്ലാസൻറ്റൽ മാമൽസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ മാർസൂപ്പിയൽസിൻ്റെ അതിപ്രസരം ഓസ്ട്രേലിയയിലാണ് കാണുന്നത്. അതിപ്രസരം ഉണ്ടെന്ന് മാത്രമല്ല, ഈ മാർസൂപ്പിയൽസ് വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള മാർസൂപ്പിയൽസും ഓസ്ട്രേലിയയിൽ മാത്രമാണ്. അതിനുള്ള കാരണം എന്താ? പ്ലാസൻറ്റൽ മാമൽസ് ഇല്ല, ബാക്കി ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട് താനും. സോ ഈ അവൈലബിൾ ആയിട്ടുള്ള മാർസൂപ്പിയൽ മാമൽസ് ദേ സ്റ്റാർട്ട് ഡൈവേഴ്സിഫൈയിങ്. പല മോഡ്സ് ഓഫ് അഡാപ്റ്റേഷൻസ് ഉണ്ടായി, പല തരത്തിലുള്ള മാർസൂപ്പിയൽ മാമൽസ് ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റിൽ കാണുന്നു. അപ്പോൾ ദേ റേഡിയേറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്: ബറോയിങ് ഫോം, ഗ്ലൈഡിങ് ഫോം, ക്ലൈംബിങ് ഫോം, പിന്നെന്താ കാർണിവോറസ് ഫോം, ആൻഡ് ഈറ്റിംഗ് ഫോം, റോഡൻറ്റ് ലൈക്ക് ഫോം, അങ്ങനെ പല 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 പ്ലാസൻറ്റൽ ഫോംസ് ഏതൊക്കെ രീതിയിലാണോ, ഏതൊക്കെ ഡൈവേഴ്സ് ഫോംസ് ആയിരുന്നിരിക്കാമോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നത്, ആ ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ്സ്, എല്ലാ ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻ എല്ലാം ഈ മാർസൂപ്പിയൽസ് എടുക്കുകയാണ്. കാരണം അതെല്ലാം ആ ഏരിയാസ് എല്ലാം ഫ്രീ ആണ്. ആ ഏരിയാസ് എല്ലാം, ആ റിസോഴ്സസ് എല്ലാം ഫ്രീ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് അവർ പുതിയ വെറൈറ്റീസ് ഫോം ചെയ്ത് ഇരിക്കുകയാണ്. കോണ്ടിനെൻറ്റിൻ്റെ പ്രത്യേകത കാരണം കാണുന്ന അഡാപ്റ്റേഷൻസ്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റിൽ കാണുന്ന അഡാപ്റ്റേഷൻസ്, അഡാപ്റ്റീവ് റേഡിയേഷൻസ്. നെക്സ്റ്റ് ഇസ് കോണ്ടംപറേനിയസ് റേഡിയേഷൻ. അത് റെലംസ്, ജിയോഗ്രഫിക്കൽ റെലംസ് നമ്മൾ കണ്ടതാണ്. ബേസിക് ആയിട്ടുള്ള ജിയോഗ്രഫിക് റെലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ബേസിക് റെലംസ്, നമ്മൾ വേറെ എണ്ണം പറഞ്ഞാണ്, 6 എണ്ണം നമ്മൾ പഠിച്ചാണ്. പാലിയാറ്റിക്, നിയാറ്റിക്, എത്യോപ്യൻ, ഓറിയൻ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചാണ്. അവയെല്ലാം കൂടെ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് 3 എണ്ണത്തിലായിട്ട് പെടുത്താം. ദാറ്റ് ഈസ് ദ ആക്ടോഗിയ, നിയോഗിയ ആൻഡ് നോട്ടോഗിയ. ഈ 3 എണ്ണമാണ് ആക്ടോഗിയ, നിയോഗിയ ആൻഡ് നോട്ടോഗിയ. ഇതാണ് ബേസിക് സൂജിയോഗ്രഫിക് റെലം എന്ന് പറയുന്നത്. അതിൽ നോർത്തേൺ ഹെമിസ്ഫിയറും ആഫ്രിക്കയും ആക്ടോഗിയ എന്ന് പറഞ്ഞ റെലത്തിൽ പെടുന്നു. അതിനെ ഗ്രൂപ്പ് ചെയ്ത് ഒറ്റ ഗ്രൂപ്പായിട്ടാണ് ആക്ടോഗിയയിലാണ് പെടുത്തിയേക്കുന്നത്. ആഫ്രിക്കനെയും നോർത്തേൺ ഹെമിസ്ഫിയറിനെയും കൂടെ. സൗത്ത് അമേരിക്ക, നിയോഗിയ ആൻഡ് ഓസ്ട്രേലിയ, ഇവയെ 3നെയും കൂടെ നോട്ടോഗിയ എന്ന റെലത്തിലാണ് പെടുത്തിയേക്കുന്നത്. ഓക്കെ, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് നിയോഗിയ, ഈ 3 എണ്ണത്തിനെയും കൂടെ നോട്ടോഗിയ എന്ന റെലത്തിലാണ് പെടുത്തിയേക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആക്ടോഗിയുണ്ട്, നോട്ടോഗിയുണ്ട്. നോട്ടോഗിയയിലാണ് ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക ഒക്കെ വരുന്നത്. ആക്ടോഗിയയിലാണ് ആഫ്രിക്ക, നോർത്തേൺ ഹെമിസ്ഫിയർ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ജോഗ്രാഫിക് ലൊക്കേഷനിലുള്ള പ്രത്യേകതകൾ കാരണം അവിടെ ആ റീജിയനുകളിൽ നടക്കുന്ന ഡൈവേഴ്സിഫിക്കേഷൻ, റേഡിയേഷനുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡെഫിനറ്റ്ലി വേണമെങ്കിൽ നമുക്ക് ഇൻ ഷോർട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ എന്നും വേണമെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആക്ടോഗിയ നോർത്തേൺ ഹെമിസ്ഫിയറും നോട്ടോഗിയ സദേൺ ഹെമിസ്ഫിയറിനും നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ, എർത്തിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ജോഗ്രാഫിക്കലി, ക്ലൈമറ്റ് വൈസ്, ടോപ്പോഗ്രഫിക്കലി ഒക്കെ വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ട്. ആ വ്യത്യാസങ്ങൾ അവിടെയുള്ള ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനിലും റിഫ്ലക്റ്റഡ് ആകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടിനെൻ്റൽ റേഡിയേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അത് ബാധകമാണ് അല്ലേ. സദേൺ റീജിയനായ ഈ പറഞ്ഞ റെലം ക്ലാസിഫിക്കേഷനിൽ വരുമ്പോഴത്തേക്കും നോട്ടോഗിയയിൽ പ്ലാസൻറ്റൽ മാമൽസ്, ട്രൂ പ്ലാസൻറ്റൽ മാമൽസ് മൊത്തമായിട്ടും ആബ്സെൻ്റ് ആണ്. അവിടെ മാർസുപ്പിയൽസ് ആണ്
റേഡിയേറ്റഡ് ആയിട്ട് വരുന്നത്. അതേസമയം ആക്ടോഗിയൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ പ്ലാസന്റൽ മാമൽസ് ആണ് അവിടെ ഏറ്റവും ഡൈവേഴ്സ് ഫോംസ് ഓഫ് പ്ലാസന്റൽ മാമൽസ് കാണുന്നത് ആക്ടോഗിയലാണ്. അപ്പം ഈ റീജിയൻ്റെ പെക്യുലിയാരിറ്റീസ്, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ടോപ്പോഗ്രഫി ഒക്കെ മൂലം ഉണ്ടാകുന്ന റേഡിയേഷൻസ്, അത് എർത്തിൻ്റെ മെയിൻ ഫ്യൂ റീജിയൻസ് ആയിട്ട് അതിനെ റിസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ അവിടുത്തെ ഡൈവേഴ്സിറ്റി നോക്കുമ്പോൾ യു കോൾ ഇറ്റ് കണ്ടംപറേനിയസ്, ഒരുമിച്ച് കണ്ടംപററി ആയിട്ട് ഒരേ സമയത്ത് സമീപ റീജിയനുകളിൽ നടക്കുന്ന റേഡിയേഷൻസ്. ഓക്കെ. And what is the significance of adaptive radiations? Definitely, it has an important role in speciation, evolution. Okay, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അല്ല, എങ്ങനെ ചേഞ്ചസ് അക്യുമുലേറ്റ് ചെയ്താണ് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്. അത് ഇറ്റ് ലീഡ്സ് ടു എവല്യൂഷൻ പ്രൊസീഡ് ചെയ്യാൻ കാരണമാകുന്നു. Now on to the examples of adaptive radiation. പ്ലീസ് നോ ദാറ്റ് ഈ എക്സാമ്പിൾസ് ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. നോട്ട്സ് അറ്റാച്ച് ചെയ്യാം. അഡാപ്റ്റീവ് റേഡിയേഷൻസ് ഏതാണ് അതിൻ്റെ അകത്ത് വരുന്നത്, അതിൻ്റെ അകത്ത് 3 എക്സാമ്പിൾ മെൻഷൻ ചെയ്ത് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതിൽ പുട്ട് ഇൻ അനദർ സെഷൻ കമ്മിങ് ഡേയ്സ്. ഓക്കെ. അപ്പോൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന എസ്സേ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഡിഫൈൻ ചെയ്യണം. ടൈപ്സ് ബേസ്ഡ് ഓൺ ജോഗ്രാഫിക് ഏരിയ, ഈ 3 എണ്ണം, ലോക്കൽ, കോണ്ടിനെൻ്റൽ, കോണ്ടംപറേനിയസ്, ഇത് 3 എണ്ണം പറയുക, സിഗ്നിഫിക്കൻസ് പറയുക. ഇനി ഓൺ ടു ദ എക്സാമ്പിൾസ്. ഫസ്റ്റ് എക്സാമ്പിൾ ആസ് വി ഓൾ നോ നമ്മുടെ ഡാർവിൻസ് ഫിഞ്ചസ് ആണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫ് എ ഫിഞ്ച്, ഒരൊറ്റ സ്പീഷീസ് ആയിരുന്ന ഡാർവിൻസ് ഫിഞ്ച് അത് 13 തരമായി ഡിഫറൻഷിയേറ്റഡായി മാറുന്ന ആ ഡൈവേഴ്സിഫിക്കേഷൻ എക്സാമ്പിൾ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് നോട്ട്സിൽ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് എക്സാമ്പിളിൻ്റെ കൂട്ടത്തിൽ വിത്ത് ദ ഡീറ്റെയിലിങ്സ് യു ആർ സപ്പോസ് ടു റൈറ്റ് വിത്ത് ദ ഡീറ്റെയിലിങ്സ്. ഓരോന്നിൻ്റെയും പ്രത്യേകത, എങ്ങനെയത് ഡൈവേഴ്സിഫൈ ആയത്, അവരുടെ ഫീഡിങ് ഹാബിറ്റിനാണ് മാറ്റങ്ങൾ വന്നത്, ഫീഡിങ് പ്രിഫറൻസസിനാണ് മാറ്റം വന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ബീക്കിനൊക്കെ അതനുസരിച്ച് മോഡിഫിക്കേഷൻ വന്നു അല്ലേ. കുരു തിന്നുന്നത്, വലിയ നട്ട്സ് തിന്നുന്നത്, അതുപോലെ നെക്ടർ, ഫ്ലവറിൻ്റെയൊക്കെ നെക്ടർ തിന്നുന്ന ബേർഡ്സ്. ഒറ്റ ബേർഡ് തന്നെയാട്ടോ, ഒറ്റ ബേർഡ് പലതരമായി മാറി എന്ന് പറഞ്ഞാൽ. പിന്നെ വുഡ് പെക്ക് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഇൻസെക്ട്സ്, മൈറ്റ്സിനെയൊക്കെ തിന്നുന്നവ, ആ രീതിയിൽ എന്താണോ അത് ഫീഡിങ് പ്രിഫറൻസായി മാറിയത്, ആ ഫീഡിങ് മോഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബീക്കും ടങ്ങും അതനുസരിച്ചുള്ള മോഡിഫിക്കേഷനായിട്ട് മാറി. സെക്കൻഡ് എക്സാമ്പിൾ ഇസ് ദ അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ ലിംബ് സ്ട്രക്ചർ ഓഫ് യൂത്തേറിയൻ മാമൽസ്. നമ്മുടെ ലിംബ് സ്ട്രക്ചറിൽ വന്നേക്കുന്ന മോഡിഫിക്കേഷൻ, നമ്മുടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ പ്ലാസെൻ്റൽ മാമൽസിൻ്റെ കാര്യമാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ. യൂത്തേറിയൻ മാമൽസിൻ്റെ, പ്ലാസെൻ്റൽ മാമൽസിൻ്റെ ലിംബ് സ്ട്രക്ചറിൽ വന്നേക്കുന്ന മോഡിഫിക്കേഷൻ, അവ കാണുന്ന ഹാബിറ്റാറ്റിൽ അവയ്ക്ക് മാക്സിമം എഫിഷ്യൻ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ അവരുടെ കൈകാലുകൾ അതനുസരിച്ച് മോഡിഫൈ ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസാണ് വന്നേക്കുന്നത്? ആർബോറിയൽ അഡാപ്റ്റേഷൻസ് വെച്ചാൽ ട്രീ ഡെവലിംഗ് ഫോംസിന് ട്രീയിൽ ഡ്വെല് ചെയ്യാൻ സഹായിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒക്കെ ട്രീ ഡ്വെല് ചെയ്യാൻ മാക്സിമം സ്യൂട്ടബിൾ ആയിട്ടുള്ള വിധത്തിൽ, ലോക്കോമോഷൻ മാക്സിമം പെർമിറ്റ് ചെയ്യുന്ന വിധത്തിൽ അവരുടെ ലിംസ് അഡാപ്റ്റഡ് ആയിട്ടുണ്ട്. വോളന്റ് അഡാപ്റ്റേഷൻസ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ആണ് വോളന്റ് അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. കഴ്സോറിയൽ അഡാപ്റ്റേഷൻസ് എന്താണ്? റണ്ണിങ്, സ്വിഫ്റ്റ് റണ്ണിങ് ആയിട്ടുള്ള ഓർഗാനിസംസിന് വേണ്ടതായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആ ജീവികളിൽ നടന്നിട്ടുണ്ട്. ഫൊസോറിയൽ എന്താ? ബറോയിങ് ഫോംസിന് വേറെ തരത്തിലാണ് അവയുടെ അഡാപ്റ്റേഷൻസ് നടന്നേക്കണം. അക്വാട്ടിക് അഡാപ്റ്റേഷൻസ്, വെള്ളത്തിൽ ജീവിക്കുന്ന ഈ പറഞ്ഞ പ്ലാസെൻ്റൽ മാമൽസിന്
ഓൾ ടുഗെദർ ഡിഫറെൻറ്റ് രീതിയിലാണ് അവയുടെ അഡാപ്റ്റേഷൻസ് നടന്നേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിംബ് സ്ട്രക്ചറിൽ വന്നേക്കുന്ന റേഡിയേഷൻ. The third example in adaptive radiation is tooth radiation in mammals. പല്ലിൻ്റെ സ്ട്രക്ചറിൽ ഘടനയിൽ വന്നേക്കുന്ന വ്യത്യാസങ്ങൾ വിത്ത് റെസ്പെക്ട് ടു ദ ഫീഡിങ് പ്രിഫറൻസസ് ഇൻ മാമൽസ്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫീഡിങ് ഹാബിറ്റ്സ് ഉണ്ടോ ആ തരത്തിലുള്ള അഡാപ്റ്റീവ് റേഡിയേഷനാണ് മാമൽസിൽ നടന്നേക്കുന്നത്. മെയിനായിട്ട് നടന്നേക്കുന്നത് 4 തരം ഓഫ് ടൂത്ത് റേഡിയേഷനാണ് കാണുന്നത്. കാർണിവോറസ് ടൈപ്പ് ഓഫ് ഡെൻറ്റേഷൻ, ഫ്ലഷ് ഈറ്റിംഗ് ഓർഗാനിസത്തിൽ കാണുന്ന പ്രത്യേക തരം കാർണീഷ്യൽ ടീത്തിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഹെർബിവോറസ് ടൈപ്പ് ഓഫ് ഡെൻറ്റേഷൻ, ഹെർബിവോറസ് അത് നമ്മളിപ്പോൾ പറഞ്ഞു വിട്ടു. അവരിലുള്ള ഒരു പ്രത്യേകത ഹിപ്സോഡോണ്ട്, ബ്രാക്കിയോഡോണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതൊക്കെ ഹെർബിവോറസ് ടൈപ്പ് ഓഫ് ഡെൻറ്റേഷനിൽ വരുന്ന പ്രത്യേകതകളാണ്. ഒബ്നിവോറസ് 2 ടൈപ്പ് ഓഫ് ഫീഡും മിക്സ്ഡ് ആയിട്ട് പ്രിഫർ ചെയ്യുന്നവയിൽ വരുന്ന പെക്യുലാരിറ്റീസ് എന്താണ്? മിർമെക്കോഫാഗസ് എന്താ സംഭവം? ആൻഡ് ഈറ്റിംഗ് ആണ്. ആൻഡ് ഈറ്റിംഗ് ഫോംസിൽ വരുന്ന ഡെൻറ്റേഷൻ എന്താണ്? ഇതാണ് 4 തരം ഫീഡിങ് പ്രിഫറൻസ് വെച്ചിട്ടുള്ള tooth radiation in mammals. But these are the 3 main examples which show adaptive radiation has occurred, like is occurring in organisms. Okay, അപ്പോൾ എസ്സേയിൽ നമ്മളിത് കോട്ട് ചെയ്യേണ്ടതാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ that would be sufficient. വേറെ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ മാർസൂപ്പിയൽ മാമൽസ്. മാർസൂപ്പിയൽസ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഫോം കാണുന്നത് വീനോ, ഓസ്ട്രേലിയ, കാങ്കറു ഒക്കെ വരുന്ന മാർസൂപ്പിയൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന ഓസ്ട്രേലിയയിലാണ്. ഈ മാർസൂപ്പിയൽസിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മാർസൂപ്പിയൽസിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷൻസ് മാത്രം മെൻഷൻ ചെയ്യുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് യു ക്യാൻ റീഡ് ത്രൂ. അത് അതിനേക്കാളും കുറച്ചുകൂടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ 3 എക്സാമ്പിൾസ് ആണ്. ഈ 3 എക്സാമ്പിൾസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ 4th എക്സാമ്പിൾ യു ക്യാൻ കോട്ട് ഇഫ് നെസസറി, ബട്ട് ഇറ്റ് ഇസ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ് ഇഫ് നീഡഡ്. ജസ്റ്റ് മെൻഷൻ ചെയ്ത് വിട്ടാലും മതി. അതിൻ്റെ എല്ലാ ഓർഗാൻസിൻ്റെ പേര് അറിയണമെന്നില്ല. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് എസ്സേ പാർട്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.